പട്ടാപ്പകൽ വീട്ടിൽ മോഷണം. ഗൃഹനാഥനെ കെട്ടിയിട്ടുകൊണ്ട് രണ്ട് കള്ളന്മാർ പണവും പണവും അപകരിക്കും. അതപകരിക്കും. എന്തെങ്കിലൊക്കെ ആയിരിക്കുമായിരുന്നു. കള്ളന്മാരുണ്ടല്ലോ, ഞാൻ ഞാൻ വരുന്നത്. ഇതൊന്നും ധൈര്യമില്ലാത്ത വീട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് എന്നാ പറയാ, കേൾക്കുക എന്നല്ലാതെ. ആരെ മനസ്സിലായിട്ട് കള്ളന്മാരാ? കള്ളന്മാരാ? അവൻ എനിക്ക് എന്താണ് വിശേഷം? സുഖമാണല്ലോ, കച്ചവടം കാര്യങ്ങളൊക്കെ നല്ല തലതിരിച്ചുകൊണ്ടാ ഒരു 300 രൂപ. സുരേഷേ, സാധാരണ 250 അതെ 300 രൂപ. 300 രൂപ നമ്മൾ കക്കാൻ വന്നേ. തോക്ക് വെക്കാൻ വന്നാണ്. തോക്ക് മേടിക്കാം, തോക്ക് മേടിക്കാം. കൈകൊട്ടി വെടിവെക്കാൻ പാടില്ല. നമുക്കറിയേണ്ട കാര്യമുണ്ടാ. കഴിഞ്ഞ ദിവസം ജോലി മേടിച്ചിട്ടുള്ള ആ സ്വർണ്ണം നമുക്കിപ്പോ കിട്ടണമെന്ന് പറയാം. കഴിഞ്ഞ ദിവസം അതുകൊണ്ട് കിട്ടണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ മേടിച്ചിട്ടുള്ള സ്വർണ്ണം കിട്ടിയേ പറ്റും. അത് നിങ്ങൾക്ക് വേണമെന്നോ? നിങ്ങൾക്ക് വേണം. എല്ലാ വാർത്തകളും ആടാതെ പറയുന്നത്. ഞാൻ ജോലി തന്നെ മോളെ വിവാഹത്തിന് വേണ്ടി 25 പവനും 1 ലക്ഷം രൂപ ഞാൻ മേടിച്ചോണ്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ അത് വലിയ കടുത്ത കൈയാണ്. ഞാൻ എങ്ങനെ തീരും? എന്റെ മോളെ കല്യാണം എങ്ങനെ നടക്കും? അത് പറയാം. സുരേഷ്, പുള്ളി പറഞ്ഞ എന്താ? പുള്ളിയുടെ മോക്കളെ കല്യാണത്തിന് വേണ്ടി ഈ സ്വർണം അല്ലേ? പുള്ളിയുടെ മോക്കളെ ഇതിനു വേണ്ടി സ്വർണം അപ്പൊ അത് തരാൻ പറ്റുമോ? നമുക്ക് അതിന് വലിയ കാര്യമുണ്ടാ. നമുക്കിപ്പോ സ്വർണം കിട്ടണം. സ്വർണം കിട്ടണം. എന്റെ മോടെ കല്യാണം പോലെയാണെന്ന് ഞാൻ അറിയേണ്ട. സ്വർണം കിട്ടണം. വരുന്ന ഡിസംബർ 25-ാം തീയതി എന്റെ മോളുടെ വിവാഹമാണ്. മൂത്ത മോളെ കല്യാണമാണ്. 2 പേരാ ഉള്ളത്. മൂത്ത മോളെ കല്യാണമാണ്. പകല് 11:30-ക്ക് 12 ഇടയ്ക്കാണ് മുഹൂർത്തം. ഇടയ്ക്കാണ് മുഹൂർത്തം. അപ്പൊ മോനും ഞാൻ ആദിക്കുന്ന മോനും സുരേഷ് 2 പേരും വന്ന് കല്യാണത്തിൽ പങ്കെടുക്കണം. എന്തെങ്കിലും സംഭാവന തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം. അപ്പൊ എത്തുക. സുരേഷേ, എന്താ കല്യാണം കഴിഞ്ഞ വരുന്ന ബുധനും വ്യാഴന്തോ? അതെ. അപ്പൊ നമ്മള് ഒന്നിന്റെ വെറുതെ വന്നിട്ട് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും സംഭാവന സ്വർണം തരാന്ന് പറഞ്ഞാൽ അകത്ത് അലമാരിക്കകത്തിരിക്കുമല്ലേ? ഞങ്ങൾക്ക് താക്കോല. അലമാരിക്ക് താക്കോൽ സതീഷേ, നീ ഞാൻ തോക്കിലും നിർത്തിക്കൊള്ളു. ഞാൻ അകത്ത് പോയിട്ട് സ്വർണ്ണം എടുത്തിട്ട് വരാം. അങ്ങനെ വേണ്ട മോനെ. എന്നെ ഇവിടെ നിർത്തിയിട്ട് നീ അകത്ത് പോയിട്ടുള്ള പരിപാടി ഒന്നും വേണ്ട. ഞാൻ പോയിട്ട് വരാം. കഴിഞ്ഞ ഇതുപോലെ വീട്ടിൽ കയറിയിട്ട് എന്നെ ഇതുപോലെ നിർത്തിയിട്ട് നീ അകത്ത് പോയിട്ട് സമൃദ്ധി വേണ്ട. സമൃദ്ധി നിന്നില്ലേ? എനിക്കൊന്നുമില്ല. വേണ്ട, ഞാനും വരും കൂടെ. പോലീസിനെ വിളിക്കൂടാ. വേണ്ട, ഞാനും വരും. സമൃദ്ധിയിലും നെല്ലിക്കൊക്കെ എനിക്ക് തന്നിട്ടുള്ളൂ. എന്റെ പൊന്നു
വരുമ്പോ അവരെ ഒന്നും പറ്റാനില്ല. ഞാനും വരും. എടാ ഒരു കാര്യം ചെയ്യും, നമ്മൾ രണ്ടുപേരും കൂടി പോകാം. അതിന് മുമ്പ് ഞാനൊരു ഐഡിയ ചെയ്യാം. ഇയാൾ പോലീസിനെ വിളിക്കരുത്, നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത്. അതിന് മുമ്പ് ഞാൻ ഐഡിയ നോക്കാം. ഓക്കെ ഐഡിയ. വട്ടം വട്ടം കേറിക്ക. ഈ വട്ടത്തിനകത്ത് കേറിക്ക. ഈ വട്ടത്തിനകത്ത് കേറിക്ക. സുരേഷ് തോക്കിയുണ്ടാ. ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലേ വെട്ടിവെച്ചു സതീശ് വട്ടത്തിന് പുറത്തിറങ്ങിയ വെടിവെച്ചു പോലില്ലേ? പോലീസിൽ വിളിച്ചിട്ട് താൻ പോലീസിൽ വിളിച്ചാലോ? പോലീസിനെ വിളിക്കാൻ തലക്കാച്ചുണ്ടോ? നിങ്ങൾ ശരിക്കും നിങ്ങൾ വട്ടന്മാരാ. നാട്ടുകാരെ വിളിച്ചു കൂട്ടിയാലോ? നാട്ടുകാരെ വിളിച്ചോ? ഒറ്റ എന്റെ പഴയ വാദന ഞാൻ കേട്ടതില്ല. നാട്ടുകാരോ? നിങ്ങൾ വട്ടന്മാരാ. പിന്നെ താരെന്താണെന്നൊക്കെ ഇടിക്കണത്? നിങ്ങൾ അകത്തോട്ട് പോയോ? സാരം എടുത്തോട്ട് വന്നോ? വന്നു. ഒരു വട്ടം വരച്ചോ? വട്ടം വരച്ചിട്ട് പുറത്തിറങ്ങിയ വെടിവെച്ചു.